ശരി ശരി ശ്രീ ഉല്ലാസ് ബാബു മറുപടി അതായത് അവിടെ പുൽക്കൂട് വന്നിക്കുന്നു, അതായത് പ്രധാനമന്ത്രി CBCI ആസ്ഥാനത്ത് വന്ന് ഉണ്ണിയേശുവിന്റെ പുൽക്കൂട് വണങ്ങിയതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പുൽക്കൂട് തകർക്കുന്നു. ഇത് പറഞ്ഞത് ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രമുഖനാണ്, തൃശൂർ ഭദ്രാസനാധിപനാണ്. അല്ല, നമ്മൾ ആ ചർച്ച ഞാൻ മഞ്ജുഷ് ചോദിച്ചാലേക്ക് വരാം. ആദ്യം തന്നെ മഞ്ജുഷിൻ്റെ കാർഡിലുള്ള കാര്യങ്ങൾ നോക്കുമെന്ന് പറയാം. ക്രൈസ്തവർക്ക് തല്ലും തല്ലോടലോ അങ്ങ് എനിക്ക് അയച്ചു തന്ന കാർഡിലുള്ളതാണ്. ക്രൈസ്തവർക്കെന്നല്ല, ഇന്ത്യയിലെ ആർക്കും തല്ലലും ഇല്ല, എല്ലാവരോടും തല്ലോടലും സ്നേഹം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ഒരു വരി നിങ്ങൾ അതിനകത്ത് എഴുതി ചേർക്കണ്ട. 2, മോദിയുടെ ക്രിസ്തുമസ് ആഘോഷം വിശ്വാസികൾ സ്വീകരിക്കുമോ? പരിപൂർണമായി സ്വീകരിക്കും. ആ സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്നലെ അതിഗംഭീരമായിട്ട് തന്നെ ക്രിസ്തുമസ് ആഘോഷത്തിൽ അദ്ദേഹം പരിപാടി പങ്കെടുത്തതും 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ പങ്കെടുപ്പിച്ചതും പരിപാടികൾ നടത്തിയതും അതൊക്കെ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾ തടഞ്ഞതിൽ BJP ഉത്തരവാദിയോ? നീ സംശയം പറയാം. BJPക്ക് ഒരു ഉത്തരവാദിത്വമില്ല. മോദിയെപ്പോലെ ആഘോഷത്തിൽ ഭിന്നതയോ? ഒരു ഭിന്നതയും ഒരാഘോഷത്തിലില്ല. ഇനി അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ആർക്കും വേണ്ട. 2, കോട്ടയം ഭദ്രാസന തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായം എന്ന് പറയപ്പെടുന്നത് വ്യക്തിപരമായ കാര്യമാണ്. അത് ഒരു സഭയുടെ അഭിപ്രായമല്ല. സഭ അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരു ശൈലിയുമില്ല, സഭയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായവുമില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. മഞ്ജുഷ്, നമുക്ക് ഇതിനകത്തൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യാനുണ്ട്. എന്താണ് രാഷ്ട്രീയം? കോൺഗ്രസ് ഇപ്പം ഇങ്ങനെ സേനാപതി വീണ് വെച്ച് കലക്കുന്നുണ്ടല്ലോ. ഇവരുടെ മനസ്സ് എത്രത്തോളം വിഷലിപ്തമാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഇതെങ്ങനെയെങ്കിലും 16 8 തമ്മിൽ തല്ലിച്ച് അതിൽ നിന്ന് രക്തമൂറ്റി കുടിക്കാനുള്ള ആ ഒരു ഹരമാണ് സേനാപതി വീണുവിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ K. സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്നലെ പറഞ്ഞു, ഞങ്ങൾ ഈ വക വിഷയങ്ങളെ ഒരു തരത്തിലും അടിവരയിട്ട് പറയാം, ഒരു തരത്തിലും യോജിക്കുന്ന കാര്യമില്ല, അതിനെ അംഗീകരിക്കുന്ന വിഷയമില്ല. അത് ഹൈന്ദവന്റെ ആഘോഷമായിക്കോട്ടെ, ക്രൈസ്തവന്റെ ആഘോഷമായിക്കോട്ടെ, ഇസ്ലാമിന്റെ ആഘോഷമായിക്കോട്ടെ, ഇനി ഏതെല്ലാം വിഭാഗത്തിന്റെ ആഘോഷങ്ങളായിക്കോട്ടെ, ആ ആഘോഷങ്ങളൊക്കെ നാട്ടിനകത്ത് ഭംഗിയായി നടക്കണമെന്നുള്ള പരിപൂർണ ആഗ്രഹവും പരിപൂർണ താല്പര്യവുമുള്ള സംഘടന തന്നെയാണ് BJP. ക്രിസ്ത്യൻ ബിഷപ്പല്ല, ക്രിസ്ത്യൻ അച്ഛൻ. സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യമുണ്ട് ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ അതിന് സംരക്ഷണം കിട്ടുമെന്ന ഉറപ്പിലാണ് ഇത്തരത്തിൽ പുൽക്കൂട് തകർക്കാൻ പോകുന്നത് എന്ന് സേനാപതി വേണു ഇവിടെ ആരോപിച്ച കാര്യമാണല്ലോ. ആ ഒരു സംരക്ഷണം കിട്ടുമെന്ന് പറയുമ്പോൾ BJPയിൽ നിന്നൊരു സംരക്ഷണം കിട്ടും, അതുകൊണ്ടാണ് പുൽക്കൂട് തകർക്കൽ ഇവിടെ നടത്തുന്നത് എന്ന്. BJPയിൽ നിന്നൊരു പിണ്ണാക്കം കിട്ടാൻ പോകുന്നില്ല. പച്ച മലയാളത്തിൽ നാടൻ ഭാഷയിൽ പറയുന്നത് സേനാപതി വേണുവിന് അങ്ങനെയല്ലാണ്ട് വേറെ എങ്ങനെ പറയാൻ പറ്റുക? സേനാപതി വേണുവിൻ്റെ ആവശ്യത്തെ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ച് ഇതിൻ്റെ രക്തം ഊറ്റി കുടിച്ച് എങ്ങനെയെങ്കിലും 10 വോട്ടും മേടിച്ച് അധികാരത്തിൽ 2-3 തവണ എങ്ങനെയും എത്താൻ പറ്റുമോ നോക്കാനുള്ള തന്ത്രപ്പാടിലെ കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള സൂത്രക്കെട്ടുകളൊക്കെ സേനാപതി വേണു പറയും. അയാൾ ആ രാഷ്ട്രീയത്തിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലി പറഞ്ഞോട്ടെ. ഞങ്ങൾ BJP വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ത്യ മഹാരാജ്യത്തായിക്കോട്ടെ, എല്ലാ സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, ഞങ്ങൾ ക്രിസ്തുമസ് ആഘോഷം കൃത്യമായിട്ട് ക്രിസ്ത്യൻ സഹോദരന്മാരോടൊപ്പം ചേർന്ന് നടത്തും. ഞങ്ങൾ അതിന് കൃത്യമായി ക്രിസ്ത്യൻ സഹോദരന്മാരുടെ അടുത്തേക്ക് പോകും, അവർക്ക് കേക്കും കൊടുക്കും, സ്നേഹ സന്ദേശം കൈമാറും, എല്ലാ ബിഷപ്പുമാരെയും കാണും, എല്ലാ മതമേലധ്യക്ഷന്മാരെയും കാണും, അവർക്കും ക്രിസ്മസ് കേക്ക് കൊടുക്കും, അവർക്കും സ്നേഹ സന്ദേശം കൈമാറും. അവരുടെ ആഘോഷങ്ങളിൽ നാളെ ഞങ്ങളും പങ്കാളികളാവും. ഞങ്ങൾക്ക് അതിനകത്തൊന്നും യാതൊരുവിധ തരത്തിലുള്ള കൺഫ്യൂഷനുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര മന്ത്രി കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ശ്രീ ജോർജ് കുര്യൻ സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മഞ്ജുഷും കേട്ടിട്ടുണ്ടാവും, എന്താണ്, ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കണം, അതിന് സർക്കാർ തയ്യാറാകണമെന്നും സർക്കാരിനോട് മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും കൃത്യമായി ഈ വിഷയത്തിൽ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായ ശ്രീ K. സുരേന്ദ്രൻ കൃത്യമായി തന്നെ താമരശ്ശേരി ബിഷപ്പിനെ കണ്ട് ഞങ്ങളുടെ സ്നേഹ സന്ദേശം കൈമാറി പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മാധ്യമങ്ങളോടും വളരെ വൃത്തിയും വെടുപ്പുമായി പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ആരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അങ്ങനെ ഒരു കൃത്യം ചെയ്തവർക്ക് നേരെ ശക്തമായ നിയമ നടപടിയുമായി സർക്കാർ പോകുന്നതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തീയ വിശ്വാസത്തെയോ ഇസ്ലാമിക വിശ്വാസത്തെയോ ഹൈന്ദവ വിശ്വാസത്തെയോ അവരുടെ ആഘോഷങ്ങളോ അവരുടെ ഉത്സവങ്ങളോ തടയുക എന്ന ഒരു സംവിധാനം ഞങ്ങൾക്കില്ല, അങ്ങനെ ഒരു ആഗ്രഹവും ഞങ്ങൾക്കില്ല, അങ്ങനെ ഒരു അജണ്ടയും ഞങ്ങൾക്കില്ല. പിന്നെ അവിടെയും ഇവിടെയും ഉണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ ഉന്നയിച്ച് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി അത് BJPയുടെ നെറുകിൽ കെട്ടി, BJPയുടെ തലയിൽ കെട്ടി, BJPയാണ് അതിന്റെ പുറകിലെന്ന് വരുത്തി തീർക്കാനുള്ള സേനാപതി വേണുമാർ കുറെ ഇവിടെ ഉണ്ടാകും. ഒരു കാര്യം കൂടിയുണ്ട്, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി CBCI ആസ്ഥാനത്ത് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഈ ജർമ്മനിയിലെ മാർക്കറ്റിൽ, ക്രിസ്മസ് മാർക്കറ്റിൽ ഉണ്ടായ അനിഷ്ട സംഭവം, അവിടെ അത്രയും ആളുകൾ മരിക്കാനിടയായ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. പക്ഷേ മണിപ്പൂരിനെ കുറിച്ച് മിണ്ടിയില്ല എന്ന്.
അല്ല അതല്ലേ ഇതിന്റെ അകത്തെ ഇരട്ടത്താപ്പ് സേനാപതി വേണു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രി സേനാപതി വേണു പ്രസംഗിക്കുകയാണെങ്കിൽ അങ്ങ് സംസാരിച്ചോളൂ, എനിക്ക് അതിൽ വിരോധമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അല്ലല്ല, ഉല്ലാസ് ബാബു സേനാപതി വേണു പറഞ്ഞ കാര്യത്തിന് ഉല്ലാസ് ബാബുവിന്റെ മറുപടി അദ്ദേഹത്തിനാണോ ടൈം? സേനാപതി വേണു പറയുന്നത് പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടപടിയാവണ കാര്യമല്ല. സേനാപതി പറയുന്ന പോലെ സേനാപതിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പോലും പറയുന്നില്ല എന്നുള്ളത് സേനാപതി വേണു മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ മുഖ്യ എല്ലാ പ്രഭാഷണവും സേനാപതി വേണു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ സേനാപതി ഒന്ന് പറ. ഞാനത് മുഴുവൻ കേട്ടിട്ടുള്ളത് 1 തവണയല്ല 2 തവണയല്ല 3 തവണ കേട്ടിട്ടുള്ള ആളാണ്. മഞ്ജുഷും കേട്ടിട്ടുണ്ടാവല്ലോ, ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ വേണമെങ്കിൽ മഞ്ജുഷിന് അയച്ചു തരാം. അതിലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇതുപോലെയുള്ള ഒരു വലിയ സദസ്സിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആഘോഷങ്ങളുടെ രൂപമായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം മാർപ്പാപ്പയെ കണ്ട കാര്യവും മാർപ്പാപ്പയെ ക്ഷണിച്ച കാര്യവും അദ്ദേഹത്തിൻ്റെ കൂവക്കാടൻ അച്ഛൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പുത്രനായിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിക്കുന്നതിലും അതിൽ പങ്കെടുപ്പിക്കാനുള്ള അവസരം കിട്ടിയതിലും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തന്നെയാണ് ബഹുമാന്യ പ്രധാനമന്ത്രി സംസാരിച്ചത്. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള വിഷയങ്ങളും ആ വിഷയങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടലുകളും അതിൽ ഇന്ത്യയുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൃത്യമായി പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? ഒപ്പം തന്നെ പറഞ്ഞൊരു വാക്കും കൂടി മഞ്ജുഷ് മനസ്സിലാക്കണം. സേനാപതി വേണി കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കേട്ട പോലെ നടിക്കുകയില്ല. ഇവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ കൃത്യമായിട്ടുള്ള ചില ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുണ്ട്. പരിപൂർണമായിട്ട് തടയേണ്ടതാണ്, തടയുമെന്നും വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, മണിപ്പൂരിനകത്തെന്നല്ല ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വിഭാഗത്തിനെതിരെ നടക്കുന്ന ഒരു പ്രവൃത്തിക്കും ഒരു തരത്തിലും BJP കൂട്ടുനിൽക്കുന്നില്ല. BJP ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിൽ വിറളി പൂണ്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. മറ്റുള്ള വിഷയങ്ങളിൽ BJP കൃത്യമായി അപലപിച്ചിട്ടുണ്ട്. BJP അതിനെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെതിരെ കുറ്റാരോപിതരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കെതിരെ നടപടിയെടുക്കണോ അവർക്കെതിരെ കൃത്യമായി ജോമോൻ ആലപ്പുഴ സേനാപതി വേണു പറഞ്ഞതുപോലെയുള്ള ഒരു ആശങ്ക ക്രൈസ്തവ